Hi dears, welcome back. ഞാൻ നന്നുള്ളി പൊറുക്കണമെന്ന് എല്ലാവരും വിചാരിക്കുന്നുണ്ടോ? ഇതൊക്കെ ഔഷധം ചെടികളാണ്. കുടിക്കാനില്ല, വെള്ളത്തേക്ക് ചേർക്കാനാണ്. അപ്പം ഞങ്ങളിന്ന് പുതിയ പരിപാടിയിലാണ്. ഇവിടെ ഒരു അക്ഷരത്തോട്ടം ഉണ്ടാക്കാന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പം അതിന് ചെറുതായിട്ടൊരു വെയിൽ തട്ടി കൊടുക്കുകയാണ്. അപ്പം അവിടെ ഉപയോഗിച്ച് കിടക്കുന്ന ഒരു ചെടികളുണ്ട്. അവരെല്ലാവരും കൂടി ഇതിൻ്റെ ഉള്ളിൽ കണ്ട് കൊണ്ടുവരാമെന്ന് കരുതി. എന്നാൽ പിന്നെ ആവശ്യമുള്ള സമയത്ത് എവിടെയും തരണ്ടല്ലോ, ഇവിടെ അങ്ങോട്ട് വന്ന് നോക്കാൻ മതി. ഇന്ന് മഴയില്ലാത്തതുകൊണ്ടാണ് പാത്തൂനെ പുറത്തേക്ക് ഇരുത്തിക്കണേ. ഓളിൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് ചിരിക്കുകയാണ്. ശേഷം വെയിലൊക്കെ ഇപ്പം കെട്ടിക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ചെടികൾ നടണം. ഞങ്ങളെ കെട്ടിയതല്ലേ, ഇത്ര ഭംഗിത്താനൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ കുറച്ച് ചെടികൾ ഇതിൽ നട്ടിട്ടുണ്ട്. ഇതിന്റെ പേര് ശംഭു പുഷ്പമാണ്. ഇത് പിന്നെ ബ്രഹ്മി, ഇത് മുറോട്ടി, ഇത് മുഞ്ഞ, കിയാനെല്ലി, ഇത് കഞ്ഞുണ്ണി. പാടത്തുണ്ടാവുന്നതാണ്, പെണ്ണൊക്കെ കായ്ക്കാൻ ഉപയോഗിക്കുക. ഇത് പനിക്കുറുക്ക. ഇതൊക്കെ വീട്ടിലുള്ളതാണ്. എല്ലാത്തിനും തൈകൾ ഇതിനുള്ളിൽ നട്ടിട്ടുണ്ട്. ഇവിടേക്ക് ഒരാളെയും കൂടി കൊണ്ടുവരാം. വേറെ ഒരു ആളും അല്ല, നമ്മൾ ആര്യബേബ്. ഇത് തൈ വാങ്ങിച്ചതട്ടോ. ഇവിടെ ഉണ്ടായിരുന്നൊക്കെ ജസീം വന്ന് മാന്തി കൊണ്ടുപോയി. കുയില് കുറച്ച് ചാണകപ്പൊടി ചേച്ചു കൊടുക്കുന്നുണ്ട്. ഇത് വല്ല മരാവണതല്ലേ, അതുകൊണ്ട് നടുവില് നടുകയാണ്. ബാക്കിയുള്ളതൊക്കെ ഒരു സൈഡിലാണ്. അങ്ങനെ അതും റെഡിയായി. ഇതിലേക്ക് കച്ചറാവായി കൂടി നടണം. മഴ ആയതുകൊണ്ട് ഇവിടെ നട്ടുണ്ടാവൂല, അത് വേറെ മഴക്കാലം കഴിയട്ടെ. ഇന്നൊക്കെ വെയിലട്ടോ, അതുകൊണ്ട് ഞാൻ നനച്ചെടുക്കുകയാണ്. നമ്മൾ കുടിക്കാൻ വെള്ളം തിളപ്പിക്കൂലേ, അതിലേക്ക് ഞങ്ങളെ പേരക്കയില ചേർത്ത് വെക്കലുണ്ട്. അത് ഭയങ്കര ഹെൽത്തി ആണ് കേട്ടോ. പേരത്തിലിട്ട് തിളപ്പിച്ച് ചായ ഉണ്ടാക്കലുണ്ട്. ഇതിന് മൂക്കാത്ത ഇലയാണ് എടുക്കുക. ഇത് കണ്ടതൊക്കെ പേരക്കയാണ്. ഇത് പനിക്കൂർക്കയാണ്. വയൽ പുണ്ണൊക്കെ ഉണ്ടാകുമ്പോൾ 2 ഇല എടുത്ത് തിന്നാൽ മതി. ഇതെടുത്ത് വെള്ളം തിളപ്പിച്ച് കുടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് പിന്നെ നമ്മൾ തുളസി. ഇതിന് പെട്രേച്ച് പറയണ്ടല്ലോ, തുളസി ഇല ഇട്ട് വെള്ളം തിളപ്പിച്ച ഇല ഉണ്ട്. ഇതാണ് ശംഖുപുഷ്പം. ഇത് വെള്ള പൂവില്ലതാണ്, ബ്ലൂ കളറിലെ പൂവുണ്ട്. ഇതിൻ്റെ ഇലയും വെള്ളം തിളപ്പിച്ച് കുടിക്കലുണ്ട്. ഇത് ബ്രഹ്മിയാണ് കേട്ടോ. ഇത് തേൻ ചേർത്ത് കഴിക്കുന്നതൊക്കെ നല്ലതാണ്. ഞങ്ങൾ വെള്ളം തിളപ്പിച്ച് കുടിക്കലാണ്.
കുടിക്കാൻ വെള്ളം തിളപ്പിക്കുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ഇല ചേർക്കും. ഇതൊക്കെ ഒരുപാട് കുളങ്ങളുള്ള ഇലകളാണ്. അതുകൊണ്ട് നമ്മളെ ശരീരത്തിന് നല്ലതാണ്. നമ്മൾ തോട്ടത്തേക്ക് ഇനിയും ചെടികൾ വരാനുണ്ട് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. അപ്പുറത്തെ വീട്ടിൽ വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ. നിങ്ങൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ, കൂടെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു.